ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. റവാഹു മുസ്ലിം. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. സഹീഹ് മുസ്ലിമിലെ 408 നമ്പർ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുകയുണ്ടായി, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുകയാണെങ്കിൽ, ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, അത് നിമിത്തം അള്ളാഹു അവന് 10 അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച സ്ഥാനമാണുള്ളത്. ആ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നേരാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. പ്രവാചകനത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് വമ്പിച്ച പ്രാധാന്യമാണുള്ളത്, വമ്പിച്ച പ്രതിഫലമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഇന്ന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്കതിനോട് യോജിപ്പില്ല. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന 5 നേരത്തെ ഫറലായിട്ടുള്ള നമസ്കാരം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനാകർമ്മം. ആ കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ നിർവഹിക്കുന്ന തൗബയും ഇസ്തിഗ്ഫാറും വമ്പിച്ച പുണ്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ ചിന്തയോടുകൂടെ അത് പാരായണം ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളത് വമ്പിച്ച പുണ്യകർമ്മമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വിശപ്പകറ്റാൻ, അവൻ്റെ കണ്ണുനീരൊപ്പാൻ, അവൻ്റെ വേദനകളും നൊമ്പരങ്ങളും അകറ്റുവാൻ വല്ലതും നൽകുക എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടെ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള അർഹരായിട്ടുള്ള ആളുകൾക്ക് നൽകുക എന്നുള്ളത് അതൊക്കെ വമ്പിച്ച പുണ്യമാണ്. എന്നാൽ അതോടൊപ്പം സ്വലാത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. പിന്നെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ഒരു സ്വലാത്ത്, അങ്ങനെ നമ്മൾ ഇങ്ങനെ പാടിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. ഇതൊരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണ്. അല്ലാഹുവേ, ഇന്ന വ്യക്തിക്ക് നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് നമ്മൾ പറയുന്നത് പോലെ, അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചൊരിയണമേ, അവർക്ക് കാരുണ്യം ചൊരിയണമേ എന്ന് പറയുന്നത് പോലെ റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവേ നീ കാരുണ്യം ചൊരിയണമേ എന്നുള്ള ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആടിക്കൊണ്ട് ചെയ്യേണ്ടതല്ല, അത് പാടിക്കൊണ്ട് ചെയ്യേണ്ടതല്ല, മറിച്ച് അത് ദുആയാണ്. മനസ്സിൻ്റെ അകത്ത് നിന്ന്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് കൊണ്ട് അള്ളാഹു സർവശക്തനായ സർവലോകരക്ഷിതാവായ ജഗന്നിയന്താവായ കാരുണ്യവാനായ നാഥൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാരുണ്യം ചൊരിയുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് നബിയുടെ മേലുള്ള സ്വലാത്ത്. അങ്ങനെ ആ സ്വലാത്ത് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതെങ്ങനെയാ? അത് പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 56-ാം സൂക്തം ആ ആയത്ത് അവതീർണമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ആയത്തൊന്ന് പരിശോധിക്കാം. അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
നിശ്ചയം അല്ലാഹു തആല തൻ്റെ ദാസനായ മുഹമ്മദ് നബിയുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പ്രവാചകന് കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്ത് മുഹമ്മദ് നബിക്ക് വർഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ സമാധാനവും ശാന്തിയും റസൂലിന് ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സ്വല്ലൂ അലൈഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി, മുഹമ്മദ് നബിക്ക് അള്ളാഹിൻ്റെ കാരുണ്യം വർഷിക്കുന്നതിന് വേണ്ടി സ്വലാത്ത് നിർവഹിക്കുവിൻ. വസല്ലിമു തസ്ലീമ, അള്ളാഹുവിൻ്റെ ശാന്തി മുഹമ്മദ് നബിക്കുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുവിൻ. അതാണ് ആയതിൻ്റെ അർത്ഥം. സഹീഹുൽ ബുഖാരിയിൽ 3370 നമ്പർ വചനത്തിൽ കാണാം, ഈ ആയത്ത് അവതീർണമായപ്പോൾ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിക്കുകയാണ്, റസൂലേ, ഞങ്ങൾക്ക് സലാം, പ്രവാചകൻ്റെ മേൽ സലാം എങ്ങനെയാണ് പറയുക എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയാ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന അത്തഹിയാത്തിൽ പറയുന്ന അതാണ് ആ പ്രവാചകന് മേലുള്ള സലാം. അള്ളാഹുവിൻ്റെ സമാധാനം, അള്ളാഹുവിൻ്റെ ശാന്തി, അത് മുഹമ്മദ് നബിക്കുണ്ടാകാനുള്ള പ്രാർത്ഥന. എന്നാൽ സ്വലാത്ത് എങ്ങനെയാണ്? അദ്ദേഹം ചോദിക്കാണ്, കൈഫ സ്വലാത്തു അലൈക്കും അഹ്ലൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനുമൊക്കെ ഉള്ള സ്വലാത്ത് നിർവഹിക്കേണ്ടത്? അപ്പോൾ റസൂൽ പഠിപ്പിക്കുന്നത് എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അപ്പം ഇതാണ് ഏറ്റവും നല്ല സ്വലാത്ത്. ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് എന്നറിയപ്പെടുന്നു. ഇതാണ് നമ്മൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന സ്വലാത്ത്. എന്നാൽ ഒരാൾക്ക് ആടാതെ പാടാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലില്ലാ, ഇങ്ങനെയൊക്കെ സ്വലാത്ത് നിർവഹിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ നബിയോട് തേടിക്കൊണ്ടുള്ള ചില സ്വലാത്തുകളുണ്ട്. നബി കാരണമാണ് മഴ വർഷിക്കുന്നതെന്നും മറ്റുള്ള ദുരന്തങ്ങൾ നീങ്ങുന്നതെന്നും പറയുന്ന നാരിയ സ്വലാത്ത് പോലെയുള്ള, സ്വലാത്തുൻ കുബ്ര പോലെയുള്ള, താജ് സ്വലാത്ത് പോലെയുള്ള, സ്വലാത്തുൽ ഫാത്തിഹ് പോലെയുള്ള സ്വലാത്തുകളൊന്നും അള്ളാഹു പഠിപ്പിച്ചതല്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശരിയായ സ്വലാത്ത് നിർവഹിക്കുക എന്നാണ് ഉണർത്തുവാനുള്ളത്. അപ്പോൾ ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് നിർവഹിച്ചാൽ ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. അതായത് ഇമാം തിർമിദി ഹസനായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ തൗഹീദുള്ള ഈമാനുള്ള ഒരു വ്യക്തി ധാരാളമായി സ്വലാത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ റസൂലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക, നിലകൊള്ളുക, അത് ആ ഏറ്റവും കൂടുതൽ സ്വലാത്ത് നിർവഹിച്ച വ്യക്തിയായിരിക്കുമെന്നാണ്. ഇമാം നസായി തൻ്റെ സുനനിൽ 1297 നമ്പർ വചനം അതിൽ പറയുന്നത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേലാരെങ്കിലും ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അവൻ്റെ തെറ്റുകൾ മായ്ക്കപ്പെടുന്നു. വഹുത്തത് അൻഹു അശ്റു ഖതീആത്ത്, 10 തിന്മകൾ മായ്ക്കപ്പെടുന്നു. വറുഫിഅത് ലഹു അശ്റു ദറജാത്ത്, 10 ദറജകൾ ഉയർത്തപ്പെടുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു അത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിയും പ്രവാചകൻ്റെ മേലൊരു സ്വലാത്ത് നിർവഹിച്ചാൽ. പിന്നെ നമ്മൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ, അവിടെ ഇന്നല്ലാഹ എന്ന് പറയുമ്പോൾ നിശ്ചയം അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സ്വലാത്ത് സ്വലാത്തു റബ്ബി അർ റഹ്മ
എന്ന് ഇമാം ബുഖാരി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ സലാത്ത് കാരണം എന്താ? അല്ല അങ്ങനെ സല്ലല്ലാഹു അലൈഹി അങ്ങനെ ഒരിക്കലും പറയില്ല, പറയാൻ പാടില്ല, പറയുകയുമില്ല. മറിച്ച് അള്ളാഹു സർവശക്തനാണ്, അള്ളാഹുവാണ്, ഖാലിഖും റാസിഖും ഇലാഹും, ആ ഹയ്യും കയ്യൂമുമായിട്ടുള്ള ജല്ല ജലാലായിട്ടുള്ള മലിക്കുൽ ജബ്ബാറായിട്ടുള്ള അള്ളാഹു തആല ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നബിക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നു. അതാണ് ഇന്നല്ലാഹ എന്ന് തുടങ്ങുന്ന ആ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. വമലായികത്തുഹു, മലക്കുകളുടെ സ്വലാത്തോ, അത് മലക്കുകൾ പ്രാർത്ഥിക്കാണ് അള്ളാഹുവിനോട് നബിക്ക് സ്വലാത്ത് അനുഗ്രഹങ്ങൾ ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാവും പകലും ഏത് സമയത്തും നമുക്ക് ധാരാളമായിട്ട് സ്വലാത്ത് നിർവഹിക്കാം. നിശ്ചിതമായ എണ്ണമോ ദിവസമോ ഒന്നും കണക്കാക്കാതെ സാധിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് വലിയ ശബ്ദമില്ലാതെ, അതോടൊപ്പം തന്നെ ആടാതെ, നൃത്തം ചെയ്യാതെ, ഹാവഭാവങ്ങളില്ലാതെ ഒരു ഇബാദത്ത് എന്നുള്ള നിലക്കത് നിർവഹിക്കുക. പ്രത്യേകിച്ച് ബാങ്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വലാത്ത് നിർവഹിക്കാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വലാത്ത് നിർവഹിക്കാവുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.